തലേദിവസം രാത്രി തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ എണീറ്റ് കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് പുട്ടിനുള്ള തേങ്ങയില്ല. അപ്പോൾ പിന്നെ രാവിലത്തെ മൽപ്പിടുത്തം തേങ്ങയോടായേ. തേങ്ങേനോട് നല്ല രീതിക്ക് തന്നെ മൽപ്പിടുത്തം നടത്തിയതുകൊണ്ട് ഇന്നത്തെ എനർജി മൊത്തം ഏകദേശം അവിടെ അങ്ങ് തീർന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കിച്ചണിൽ വന്ന് നല്ല ചൂടൊരു കട്ടനൊക്കെ കുടിച്ചതിന് ശേഷമാണ് നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. ഈ സമയപ്പോഴത്തേക്ക് കുഞ്ഞാക്ക എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് പുട്ട് റെഡിയാക്കണം. പുട്ടായതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ നമ്മൾ ടൗണിൽ പോയപ്പോൾ പഴം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ച കൂടിയാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ ലഞ്ച് റെഡിയാക്കണം. 2 ദിവസത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് വീണ്ടും രാവിലെ തന്നെ ലഞ്ചൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പുട്ട് വേഗം ഒന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. സാറ്റർഡേ സൺഡേ ആകുമ്പോൾ നല്ല സന്തോഷമായിരിക്കും കേട്ടോ. രാവിലെ തന്നെ കിച്ചണിൽ കടന്നിട്ട് ഒരുപാട് പണിയെടുക്കണ്ടല്ലോ എന്ന്. എന്നാൽ പിന്നെ മൺഡേ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. രാവിലെ തന്നെ ഒരു ചടപ്പായിരിക്കും. കാരണം ലഞ്ചൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റാക്കണമല്ലോ. പിന്നെ അങ്ങ് ആ റൂട്ടീന് ഒരു 5 ദിവസം കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയി പോകും കേട്ടോ. അപ്പോൾ പിന്നെ വലിയ കുഴപ്പങ്ങളങ്ങ് വരാറില്ല. പിന്നെ വേഗം തന്നെ അരിയൊക്കെ എടുത്തിട്ട് കഴുകിയെടുക്കുകയാണ്. ഞാൻ പൊതുവേ കെറ്റിൽ വെള്ളം വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ചോറ് വെച്ചെടുക്കാറുള്ളത്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൈസ് കുക്കറിലേക്ക് അങ്ങ് മാറ്റിയാൽ മതി. അപ്പോൾ അതാ ഫസ്റ്റത്തെ ട്രിപ്പ് പുട്ടൊക്കെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ മോൾക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ വെക്കുന്നതെന്ന് വെച്ചാൽ തക്കാളി കറിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ചിക്കൻ വാങ്ങിച്ചതിൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാത്രിത്തേക്ക് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ എളുപ്പത്തിൽ തട്ടിക്കൂട്ടി സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് തക്കാളി തളിച്ചതും മുട്ട പൊരിച്ചതുമാണ് കേട്ടോ ഇന്ന് ലഞ്ചിനേക്ക്. തക്കാളിക്കറിയൊക്കെ അവിടെ കുക്കാവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം ഇനിയിപ്പോൾ ഇനൂസിനെ വിളിക്കാൻ വേണ്ടിയിട്ട്. ചില ദിവസങ്ങളിലാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ കുഞ്ഞാക്കാൻ്റെ കൂടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക. ഇല്ലെങ്കിൽ പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം മെല്ലെയാണ് കേട്ടോ കഴിക്കാറുള്ളത്. അങ്ങനെ പിന്നെ നമ്മുടെ തക്കാളിക്കറിയും റെഡിയായി. ഞാനിത് മോൾക്കുള്ള ലഞ്ചും കൂടെ ഒന്ന് പാക്കാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ മോർണിംഗിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.